ഓർഡർ സെൻട്രൽ മൊമെന്റ്സും ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സും ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ അതിൽ നമുക്ക് കിട്ടി ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് എല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് എല്ലാം സീറോയും ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു? മ്യൂ 2r is equal to 2 raised to r into sigma raised to 2r into gamma of r plus 1 by 2 all divided by root pi. ഇന്നലെ കിട്ടിയില്ലാണ്. ഇനി നമ്മള് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്ക്യൂനെസ്സും കർട്ടോസിസും എന്താ വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണം. ആദ്യം സ്ക്യൂനെസ്. മെഷർ ഓഫ് സ്ക്യൂനെസ് എന്താ? മെഷർ ഓഫ് സ്ക്യൂനെസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ആരെങ്കിലും പറയൂ. ഗാമ 1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ബീറ്റ 1 അല്ലേ? ബീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താ? ബീറ്റ 1 ഈക്വൽ ടു mu 3 സ്ക്വയർ ബൈ mu 2 ക്യൂബ്. mu 3 സ്ക്വയർ ബൈ mu 2 ക്യൂബ്. ഓക്കെ, അതില് സ്ക്യൂനെസ് നമുക്കപ്പോൾ mu 3 അറിയണം, mu 2 അറിയണം. mu 3 എന്താണെന്ന് അറിയാം നമുക്ക്. നോർമൽ ഡിസ്ട്രിബ്യൂഷന് mu 3 is equal to 0. കാരണം ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ് ആയതുകൊണ്ട് mu 3 0 ആണ്. mu 2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? mu 2 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? വേരിയൻസ് തന്നെയല്ലേ mu 2 എന്ന് പറയാ. വേരിയൻസ് ഓഫ് എക്സ് തന്നെയാണ് സെക്കൻഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്. ഇപ്പൊ mu 2 എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ തന്നെയാണ്. mu 2 എന്ന് പറഞ്ഞാൽ വേരിയൻസ് തന്നെയാണ്. അത് ഓൾറെഡി നമ്മൾ സിഗ്മ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ബീറ്റ 1 എന്ന് പറയുന്നത് എങ്ങനെ വരും? ബീറ്റ 1 ഈക്വൽ ടു mu 3 സ്ക്വയർ ബൈ mu 2 ക്യൂബ് ഈക്വൽ ടു mu 3 സ്ക്വയർ ഈസ് 0, mu 2 സ്ക്വയർ ഈസ് mu 2 ക്യൂബ് ഈസ് സിഗ്മ സ്ക്വയർ ഹോൾ ക്യൂബ്. 0 വന്നു. നമുക്ക് എന്ത് കിട്ടി? ബീറ്റ 1 ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ഗാമ 1 ഈക്വൽ ടു 0 അല്ലേ? റൂട്ട് ഓഫ് ബീറ്റ 1 അല്ലേ? അപ്പൊ ഗാമ 1 0 ആയാൽ അതിന്റെ അർത്ഥം എന്താ? ഗാമ 1 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കേട്ടില്ല. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ബീറ്റ 1 എന്ന് പറയുന്നത് 0 ആണ്. സോ ഗാമ 1 0. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എഴുതൂ. Skewness of normal distribution. താഴെ let x follows n mu sigma square. X follows n mu sigma square. താഴെ for a normal distribution we know that all odd order central moments are 0. All odd order central moments are 0. All odd order central moments are 0. And even order central moments are given by ബോർഡിൽ എഴുതിയിട്ടുണ്ട് mu 2r equal to 2 raised to r into sigma raised to 2r into gamma of r plus 1 by 2 whole divided by root pi. Mu 2r equal to 2 raised to r into sigma raised to 2r into gamma r plus 1 by 2 divided by root pi, where r equal to 1, 2, 3, etc.
The measure of skewness, the measure of skewness, the measure of skewness is given by, the measure of skewness is given by gamma 1 equal to square root of beta 1, gamma 1 equal to square root of beta 1, where beta 1 equal to mu 3 square divided by mu 2 cube. Beta 1 is equal to mu 3 square divided by mu 2 cube. We know that mu 3 equal to 0. For a normal distribution, for a normal distribution, for a normal distribution, mu 3 equal to 0. For a normal distribution, mu 3 equal to 0 and mu 2 equal to sigma square. For a normal distribution, mu 3 equal to 0 and mu 2 equal to sigma square. Therefore, beta 1 equal to mu 3 square by mu 2 cube equal to 0 divided by sigma square whole cube. 0 divided by sigma square whole cube equal to 0. Implies beta 1 equal to 0. Implies beta 1 equal to 0. Which implies gamma 1 equal to 0. That is, normal distribution is a symmetric distribution. Normal distribution is a symmetric distribution. To the kurtosis of normal distribution. Kurtosis of normal distribution. ഇവിടെ ശ്രദ്ധിക്കുക, kurtosisനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം? മെഷർ ഓഫ് kurtosis എങ്ങനെ ഡിനോട്ട് ചെയ്യാം? Gamma 2. Gamma 2. Gamma 2 equal to beta 2 minus 3. Beta 2 minus 3, where beta 2 is mu 4 by mu 2 square. Mu 4 divided by mu 2 square. അതിൽ നമുക്ക് mu 2 എന്ന് പറയുന്നത് ഓൾറെഡി അറിയാം, സിഗ്മ സ്ക്വയർ ആണ് അല്ലേ? നമുക്കിനി mu 4 കണ്ടുപിടിക്കണം. mu 4 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ mu 2r ആറിന് 2 ഇട്ട് കൊടുക്കുക. മനസ്സിലായ? ഈ mu 2r എക്സ്പ്രഷനില് ആറിന് 2 ഇട്ട് കൊടുത്താൽ നമുക്ക് mu 4 കിട്ടും. ആറിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 സ്ക്വയർ സിഗ്മ റേസ് ടു 4 ഗാമ ഓഫ് 2 plus 1 by 2 divided by root 5. അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താ വരുന്നതെന്ന് പറയൂ. ആദ്യം എഴുതിയിട്ട് മതി. Kurtosis of normal distribution എന്നുള്ള ഹെഡിങ് കൊടുക്കുക. Kurtosis of normal distribution. We know that the measure of kurtosis. ക്ലിയർ ആവുന്നില്ല, സൗണ്ട് ഇടയ്ക്ക് പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, നോക്കൂ, ക്ലിയർ ആവില്ലെങ്കിൽ പറയാം. We know that for a normal distribution, the measure of kurtosis is given by gamma 2 equal to beta 2 minus 3, gamma 2 equal to beta 2 minus 3, where beta 2 equal to mu 4 divided by mu 2 square. Beta 2 equal to mu 4 divided by mu 2 square. Mu 2 equal to sigma square. Mu 2 equal to sigma square. Mu 4 equal to
mu 4 equal to 2 square sigma raised to 4 gamma of 2 plus 1 by 2 divided by root 5. ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്. ശരിയോ? ആ മിസ് എഴുതി. അത് സിംപ്ലിഫൈ ചെയ്ത് mu 4 എത്ര കിട്ടണമെന്ന് പറയൂ. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനാ? ഗാമയുടെ വില ഗാമ ഓഫ് 5/2 എങ്ങനെയാണ്? ഗാമ ഓഫ് 5/2 gamma of n equal to n minus 1 into gamma 5/2. എൻ്റെ കൃഷ്ണ, ഇതിനെ നമ്മള് ഇവിടെ ശ്രദ്ധിക്കുക. 4 sigma raised to 4 by root 5 gamma 5/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? gamma m is m minus 1 into gamma m minus 1 അല്ലേ? 5/2 minus 1 വരും 3/2 gamma 3/2. again നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എഴുതുന്നത് 4 sigma raised to 4 by root 5 3/2 into gamma 3/2 നെ നമ്മൾ 3/2 minus 1 എന്ന് പറഞ്ഞാൽ 1/2 into gamma 1/2. 3 2ഉം 2ഉം 4 ക്യാൻസൽ ചെയ്ത് പോവും. sigma raised to 4 മിസ്സേ ഹലോ 3 sigma raised to 4 root 5 into സൗണ്ട് കട്ടാവണ്ട. gamma 1/2 root 5 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 sigma raised to 4 നമുക്ക് കിട്ടും. സൗണ്ട് ക്ലിയർ ആയില്ല, കട്ടായി ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കിട്ടാത്തവരുണ്ടെങ്കിൽ ചെയ്യാം മിസ്സേ. ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ബോർഡ് നോക്കി 3/2 എന്ന് എഴുതും. ഗാമ 5/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 into ഗാമ 3/2 എന്ന് എഴുതാം. ഗാമ 3/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഗാമ 1/2. അത് നമ്മൾ ഏത് ഫോർമുല ഇവിടെ യൂസ് ചെയ്യുന്നത്? ഗാമ m equal to m minus 1 into ഗാമ m minus 1. മിസ്സേ ഒന്നും കൂടി പറയാതെ, ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഹലോ മിസ്സേ, കേൾക്കുന്നുണ്ടോ? മിസ്സേ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ആ മിസ്സേ, സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കൂടി പറയോ? ഗാമ 2 plus 1/2 by root 5. ഗാമ 2 plus 1/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ 5/2. ഗാമ 5/2 നെ നമ്മൾ ഓൾറെഡി നമുക്ക് ജനറൽ ഫോർമുല അറിയാം. ഗാമ m equal to m minus 1 into ഗാമ of m minus 1 അല്ലേ? ഇവിടെ m ന്റെ സ്ഥാനത്ത് 5/2 ആണ്. So m minus 1 പറഞ്ഞാൽ 5/2 minus 1 is 3/2. So 3/2 ഗാമ 3/2. ഗാമ 3/2 നെ നമ്മൾ വീണ്ടും എങ്ങനെ ഇതേ ഫോർമുല തന്നെ യൂസ് ചെയ്തിട്ട് 1/2 ഗാമ 1/2 എഴുതി. ഗാമ 1/2 is root 5. root 5 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്തേ വരുള്ളൂ? 3 sigma raised to 4. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അത് എഴുതിയെടുക്കൂ കിട്ടാത്തവര്. mu 4 equal to 3 sigma raised to 4.
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മാത്രം പ്രത്യേകതയാണ് ഗാമ 1 0യും അല്ലെങ്കിൽ ബീറ്റ 1 0യും ഗാമ 2 അല്ലെങ്കിൽ ബീറ്റ 2 എന്ന് പറയുന്നത് 3യും കിട്ടുന്നത്. അപ്പൊ എഴുതിക്കോളൂ. ബീറ്റ 2 ഈക്വൽ ടു μ4/μ2². അമ്മയുടെ ടേബിൾ മുണ്ടോ implies that b2 equal to 3 implies that gamma 2 equal to beta 2 minus 3 that is equal to 3 minus 3 that is equal to 0 implies that gamma 2 equal to 0 and is mesokurtic. Therefore, normal distribution is mesokurtic. എല്ലാവരും എഴുതിയില്ലേ? ആ മിസ് എഴുതി. ഓക്കെ. അടുത്തത് one of the important property, moment generating function, MGF of normal distribution. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മുടെ x ഫോളോ ചെയ്യുന്നത് n mu sigma square. So we know that f of x will be 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu the whole square. Minus infinity less than x less than infinity, minus infinity less than mu less than infinity, sigma greater than 0. Okay, by definition we know that mx of t equal to expected value of e raised to tx, which is equal to integral over x e raised to tx into f of x dx. This is equal to x normal ആയതുകൊണ്ട് x ന്റെ range minus infinity to plus infinity ആണ്. e raised to tx into f of x എന്ന് പറഞ്ഞാൽ എന്താ? 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu the whole square dx. Okay, നമ്മൾ എന്ത് ചെയ്യണം? 1 by sigma root 2 pi നെ പുറത്തേക്ക് നിർത്തി ബാക്കിയുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ minus infinity to infinity e raised to tx into e raised to minus 1 by 2 sigma square into x minus mu whole square dx. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ x minus mu by sigmയ്ക്ക് z എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. This implies x equal to mu plus sigma z, അല്ലേ? dx equal to sigma dz. When x tends to minus infinity, z will tends to minus infinity. When x tends to plus infinity, z will tends to plus infinity. Okay, നമ്മുടെ ഇന്റഗ്രേഷൻ എങ്ങനെയായി മാറും? 1 by sigma root 2 pi integral minus infinity to infinity e raised to t into x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? x എന്ന് പറഞ്ഞാൽ mu plus sigma z. mu plus sigma z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. e raised to minus 1 by 2 into x minus mu whole square by sigma square നമുക്ക് z square എഴുതാം. dx എന്ന് പറഞ്ഞാൽ sigma dz. sigma sigma cancel ചെയ്തു പോയി. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മള് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. നമ്മൾ നോർമലിന്റെ PDF എഴുതി, പിന്നെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ബൈ ഡെഫിനിഷൻ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതി, എന്നിട്ട് ഇന്റഗ്രലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ആസ് യൂഷ്വൽ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് ഇസഡ് കൊടുത്തു. എന്നിട്ട് എക്സ് എന്നുള്ള വേരിയബിളിനെ എല്ലാം ഇസഡ് എന്നുള്ള വേരിയബിളിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ക്ലിയർ അല്ലേ ഇതുവരെ എഴുതിയത്? എഴുതൂ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് normal distribution. Let x follows n mu sigma square. Then f of x equal to f of ബോർഡിൽ ഉണ്ട്, അത് നോക്കി കൃത്യമായിട്ട് എഴുതുക, തെറ്റിക്കരുത്. f of x equal to 1 by sigma root 2 pi
e raised to minus 1 by 2 sigma square into x minus mu the whole square. Minus infinity less than x less than infinity, minus infinity less than mu less than infinity, and sigma greater than 0.